ഈ ചെണ്ടയുടെ വായ്ത്താരികളിൽ നിന്നായിരിക്കാം എൻ്റെ ഒരു ഈ അടുക്കട്ടെ ഇങ്ങനെ കിടത്തക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു 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 വേർബൽ ഫൊണറ്റിക്സ് ഉണ്ടല്ലോ. അപ്പൊ അതായിരിക്കാം. മൃദംഗവും പഠിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പം എന്നൊക്കെ പറയുന്ന ഇതായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ പാട്ടിൽ പ്രാസം ഒപ്പിച്ച് പാടാൻ. അപ്പൊ ഞാൻ ഒരു വെസ്റ്റേൺ എസ്തറ്റിക്സിൽ നിന്നല്ല എൻ്റെ ഒരു റാപ്പ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊളിറ്റിക്സ് ഒരുപക്ഷെ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് മെന്റാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. അതൊന്നും സെൻസേഷണൽ അല്ല. ഇപ്പൊ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ സീരീസ് ആദ്യം കണ്ട ആളുകൾ പിന്നീട് അത് ജനകീയമായപ്പം ഇവരൊക്കെ പുച്ഛിച്ചുകൊണ്ട് പോസ്റ്റ് ഇടും. അതായത് they just got to watch it a bit early. That doesn't make you any special. പരാതിക്കാരനായിട്ടോ പരിഭവം പറയുന്ന ആളായിട്ടോ എനിക്ക് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടാൻ താല്പര്യമില്ല. അപ്പൊ ഇതിൽ AR റഹ്മാൻ തന്നെ എന്നെ പാടാൻ വിളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ. അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ പഞ്ചതൻ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇതിന്റെ മുകളിലാണ് പേട്ട റാപ്പ് റെക്കോർഡ് ചെയ്തത്, മറ്റേ പാട്ട് റെക്കോർഡ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പാടാൻ വിളിക്കുന്നു. ജവാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിപ്ലവം. അതിനകത്തെ കഥാപാത്രം എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചൊരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അക്കാണും മലയുടെ കീഴേ കാടുകൾ നീളെ കുന്നുകൾ മേലെ, ഇപ്പോൾ അത് മൊട്ടക്കുന്നായി പോടുകൾ നിറയെ ക്വാറികളരികെ, അതിനുള്ളിൽ കരിമരുന്ന് പല ഉരുനിറഞ്ഞു വെടിച്ചിതറി മിന്നി മഴ കഥ പറഞ്ഞു കര കവിഞ്ഞൊഴുകി പല മരം പിഴുതു പുഴ നിറഞ്ഞൊഴുകി നിൻ വഴിമുടങ്ങി ഹാ പ്രളയം. എങ്ങും പ്രളയം, പാറ പൊടിഞ്ഞു, കാട് കരിഞ്ഞു, മണ്ണ് കുഴിഞ്ഞു, വീട് വളർന്നു, ഇടിമഴ പെയ്തു, കുത്തിയൊലിച്ചു, റോഡ് കവിഞ്ഞു, വീട് പൊലിഞ്ഞു, ഇന്നു കണ്ടു പ്രളയം, നിങ്ങൾ തേടിയ ഭയം, ഇനി വേനൽ വരും സമയം, ഇനി വെള്ളം തേടി അല്ലയും. ഞാൻ പറയുന്നത് RDXലെ 3 നായകരിൽ ഒരാളാണ്. അതിൽ ഇപ്പം പെർഫോമൻസ് ഡ്രിവണായി ചെയ്ത ഏതാണ്ട് 3 പേരും ഒരേ തരത്തിൽ ഒരേ തുല്യമായി ചെയ്ത ഒരാളാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നീരജിനെ തേടി നോക്കും. നീരജ് നേരത്തെ കണ്ട ആളല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ മൂസ എന്ന് പറയുന്നൊരു ക്യാരക്ടറിൽ ഡിസിഷൻ എടുക്കുന്നവർക്ക് അവരുടെ മുന്നിൽ ഒരുപാട് റോളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവർ പരീക്ഷിക്കാൻ തീരുമാനിച്ചെടുത്താണല്ലോ ഇതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്തൊരു സീരീസിൽ അതുപോലത്തെ റോൾ വരുന്നത്. അപ്പോൾ മലയാളത്തിൽ നോക്കൂ, നീരജിനെ നമുക്ക് ആക്ഷനിൽ നോക്കാൻ പറ്റും, ക്യാരക്ടർ ഡ്രിവൺ റോള് പറ്റും. ഇയാൾക്ക് ഇതെല്ലാം എടുത്താൽ പൊങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, പക്ഷെ അതിൻ്റെ ഒരു ആലോചനയുടെ പേരിൽ എന്തൊക്കെയോ മുൻവിധികൾ അവരെ പ്രജുഡിസ് ഉണ്ട്, പ്രജുഡിസ് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. തീവ്രമായിട്ടുള്ള പ്രജുഡിസ്. കുറച്ച് കോൺട്രവേഴ്സീസിലൊക്കെ ഭാഗമായിട്ട് എന്തിനാ വെറുതെ അതായിരിക്കാം. അതെ, നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. അതിന് എന്നോട് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആഭിമുഖ്യമില്ലാത്തടത്തോളം അവന് മനസ്സിലായില്ലേ, അങ്ങനെ അതായിരിക്കാം. അല്ലാതെ എനിക്ക് പക്ഷെ അവിടെ നിന്നൊരു എന്നാൽ നമ്മൾ തന്നെ സൃഷ്ടിച്ചൊരു സ്പേസിൽ നമ്മളൊരു അനിവാര്യതയായി മാറുന്നു പ്ലാനിലേക്കാണല്ലോ ഇപ്പൊ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാവുക. അതിനിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എത്രത്തോളം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നെ കാസ്റ്റ് ചെയ്യാമായിരുന്ന അല്ലെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്യാൻ ആലോചിച്ച പല പടങ്ങളിൽ നിന്നും ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ളതിന്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആഫ്റ്റർ RDX ആണോ ബിഫോർ RDX? ഈ സ്റ്റേറ്റ്മെന്റിന് ശേഷം ആയിരിക്കും. നോട്ട് പെർട്ടിക്കുലർലി. ഞാൻ പറഞ്ഞല്ലോ ആദ്യം മുതലേ നമ്മളൊരു ഇത്തിരി ഈ പറഞ്ഞ ഇത് ഇൻഡസ്ട്രിനകത്തുനിന്ന് വരുന്ന ഒരു സാധനമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ ഈ പറയുന്ന there were always somebody to അവൻ വേണോ, കുറച്ച് കുഴപ്പമാണ് പറയാൻ. പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം, I've never failed to deliver at work. As an artist, I've always delivered. ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങൾ അയാളുടെ ഒരു പരാജയം കാണിച്ചിട്ടല്ലേ? ക്യാമറയ്ക്ക് മുന്നിലല്ല ഷൂട്ട്, മേടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വരാത്ത എത്രയോ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ടും ഇതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ പല ആർട്ടിസ്റ്റുകളും പബ്ലിക് ഔട്ട്റേജ് ഉണ്ടാക്കിയിട്ട് പോലും സർവൈവ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അവരുടെയൊക്കെ ഇടയിൽ മറ്റേ പണ്ടെങ്ങാണ്ട് വീണൊരു പേര് ഇപ്പോഴും പേരിന്റെ ഭാരം കാരണം എന്റെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ലാത്ത കാലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പം so it's just that I don't identify with any group or any particular set of people. സാധനം എപ്പോഴും കണ്ട ആരെങ്കിലും ഒക്കെ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചാലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കും. അല്ല, അതിന് സ്വാഭാവികമായിട്ട് ഈ ഘട്ടത്തിൽ അതിനൊരു കോൺഫിഡൻസ് ആയിട്ട് എന്തായാലും റാപ്പ് ഉണ്ടാക്കിയ ഒരു ഓഡിയൻസ് ബേസ് ഉണ്ടല്ലോ, വലിയ കാര്യമായിട്ട്. ഈ ശരിക്ക് ഞാൻ പറഞ്ഞ ഇപ്പം റാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ചെയ്തതിലൊക്കെ എന്താണ് അതിൻ്റെ ഒരു ലിറിക്കൽ പോയിന്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേർഡ് പ്ലേ, അല്ലെങ്കിൽ ഭാഷയിലൊരു പിടുത്തമുണ്ടല്ലോ, ഒരു കൺട്രോൾ ഉണ്ടല്ലോ, എന്താ അതിൻ്റെ ഒരു മൂലധനം എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഞാൻ വായിക്കുമായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷേ എൻ്റെ ഈ വേർഡ് പ്ലേ
ഞാൻ വായിച്ചുകൊണ്ടും ചെറുകഥകളാണ്. ബഷീർ മുതൽ VKN മുതൽ OV വിജയൻ മുതൽ അങ്ങനെയൊക്കെ വായിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം ആക്ഷേപഹാസ്യമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ചാക്യാർ കൂത്തൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് ആണ് പക്ഷെ കൂടുതൽ ചെയ്തത്. ക്ലാസിക്കൽ ഡാൻസും ചെണ്ടയുമാണ് ഞാൻ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അഭ്യസിച്ചിട്ടുള്ള കലാരൂപങ്ങൾ. ചെണ്ട അത് പല എന്താ ഒരു 10ാം വയസ്സ് മുതൽ ഒരു 5-6 വർഷത്തോളം ഉത്സവ തായമ്പകളിലൊക്കെ ഞാൻ തായമ്പക കൊട്ടിയിട്ടുള്ളതാണ്. മേളമല്ല, തായമ്പക ലിറ്റിൽ മോർ കോംപ്ലിക്കേറ്റഡ്. അപ്പൊ ഈ ചെണ്ടയുടെ വായ്ത്താരികളിൽ നിന്നായിരിക്കാം എൻ്റെ ഒരു ഈ അടുക്കഡേ ഇങ്ങനെ കിടത്തക്കത്തിരി എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു വേർബൽ ഫണറ്റിക്സ് ഉണ്ടല്ലോ. അപ്പൊ അതായിരിക്കാം. മൃദംഗവും പഠിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പം എന്നൊക്കെ പറയുന്ന ഇതായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ പാട്ടിൽ പ്രാസം ഒപ്പിച്ച് പാടാൻ. അപ്പൊ ഞാൻ ഒരു വെസ്റ്റേൺ എസ്തറ്റിക്സിൽ നിന്നല്ല എൻ്റെ ഒരു റാപ്പ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. എൻ്റെ ഫാഷൻ ഇസ് ഇൻഫ്ലുവൻസ് ഫ്രം ദ വെസ്റ്റ്, ബട്ട് മൈ ഐഡിയോളജി, ഞാൻ പലരും പറയും ഞാൻ ടുപ്പാക് ഷക്കൂറിനെയും പിന്നെ എന്താ പറയുക ബിഗിനെയൊന്നും കണ്ടിട്ട് റാപ്പ് ചെയ്യാൻ തുടങ്ങിയ ആളല്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന റാപ്പ് സോങ് പേട്ട റാപ്പാണ്. AR റഹ്മാൻ ചെയ്ത് പേട്ട റാപ്പ്. ഐ എം നോട്ട് അഷെയിംഡ് ടു ടോക്ക്. റഹ്മാൻ പിന്നീട് വിളിക്കുന്നുണ്ട് അല്ലേ? ഇതേ റഹ്മാൻ, അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. പലപ്പോഴും അത്തരത്തിലുള്ള പലതും നമ്മൾ ഇവിടെ മുഖ്യധാരയിൽ കേരളത്തിൽ ചർച്ചയായിട്ടില്ല എൻ്റെ പല അച്ചീവ്മെന്റ്സും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇന്റൻഷനലി അല്ലെങ്കിലും എൻ്റെ ജേർണി മെയിൻ സ്ട്രീമായിട്ട് അലൈൻ ചെയ്യുന്ന ജേർണി അല്ല. സോ പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ദ പോയിന്റ് ഓഫ് ഇറ്റ്. സോ റാപ്പ് മുഖ്യധാരയിലേക്ക് വന്നപ്പം രണ്ടഭിപ്രായം വന്നു. കമേഴ്ഷ്യൽ റാപ്പും പിന്നെ ലിറിക്കൽ റാപ്പും അല്ലെങ്കിൽ കോൺഷ്യസ് റാപ്പും. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള റാപ്പ് മാത്രമാണ് റാപ്പ് ആകുന്നുള്ളൂ, അതിൽ നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു. ഈ പൊളിറ്റിക്സ് എന്തൊക്കെയാണ്? പൊളിറ്റിക്സ് പല രീതിയിലുള്ള പൊളിറ്റിക്സ് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു പോലീസ് ബ്രുട്ടാലിറ്റി പറയാം, ഗൺ വയലൻസ് പറയാം, വർണ്ണവിവേചനം പറയാം, സ്ത്രീ പക്ഷപാതം പറയാം. എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊളിറ്റിക്സ് ഒരു പക്ഷേ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് മെൻറ്റാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. അതൊന്നും സെൻസേഷണൽ അല്ല. സെൻസേഷണൽ ആകുന്ന കാസ്റ്റിസമോ അല്ലെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് particularly pinpoint on that, but or stuff like whatever sells, hard sell ചെയ്യുന്ന പൊളിറ്റിക്സ് ആണല്ലോ എപ്പോഴും മുഖ്യധാരയിൽ വരുന്നത്. അപ്പോൾ എൻ്റെ പൊളിറ്റിക്സ് അങ്ങനത്തേതായിരുന്നില്ല. എനിക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് സിസ്റ്റത്തിനെതിരെയുള്ള പരിപാടി. അപ്പോൾ എൻ്റെ പോപ്പുലർ സോങ്ങുകളൊന്നും എൻ്റെ ലിറിക്കൽ സോങ്ങുകളല്ല. അതേപോലെ ഞാൻ ഈ പറയുന്ന ടുപ്പാക്കിനെ അറിയോ? ടുപ്പാക്കിനെ അറിയാം, പക്ഷെ ടുപ്പാക്കിനെ കണ്ടിട്ടല്ലേ റാപ്പ് ചെയ്ത് അങ്ങനെ ആവേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു. അതായത് ഒരു കൺവെൻഷണൽ ഒരു പരമ്പരാഗത മുൻമാതൃക എന്ന് പറയുന്ന സംഗതിയിൽ പോവാത്തത് പോയിട്ടില്ല എന്നുള്ളത്. ഇതിലൊരു ഗേറ്റ് കീപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. ഗേറ്റ് കീപ്പിംഗ് മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ബേസിക്കലി നമുക്ക് ഒരു ഏരിയയിലേക്ക് ആദ്യമായി എക്സ്പോഷർ കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ അതിൻ്റെ വക്താക്കളൊന്നും ആവുന്നില്ല. എനിക്കറിയാവുന്ന ഈ ക്രിട്ടിക്കൽ കണ്ടന്റ് ആദ്യം കണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ സീരീസ് ആദ്യം കണ്ട ആളുകൾ പിന്നീട് അത് ജനകീയമായപ്പം ഇവരൊക്കെ പുച്ഛിച്ചുകൊണ്ട് പോസ്റ്റ് ഇടും. അതായത് they just got to watch it a bit early. That doesn't make you any special എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ പ്യോറിസ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഗണം എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഇപ്പം ശാസ്ത്രീയ സംഗീതം മാത്രമാണ് ശുദ്ധ സംഗീതം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ റാപ്പ് പറയുമ്പോൾ അതാണ്. പാടിയപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. നേരെ തിരിച്ച് അതേപോലെ തന്നെ എന്താ പറയുക, ഈ ക്ലാസിക്കൽ കലാരൂപങ്ങൾ കളിക്കുന്നവർ എല്ലാം തെയ്യാരമാണ് എന്ന് പറയും. There are people who view it that way. ഇതേപോലെയാണ് ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത്. അമേരിക്കയിൽ കോംപ്റ്റണിലുണ്ടായ അതേ പൊളിറ്റിക്സ് ഇവിടെ പറഞ്ഞാലേ അതിന് റെലവൻസ് ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർ. നിങ്ങൾ എന്താ പറയുന്നത്? അപ്പം ദേ ആർ ജസ്റ്റ് പീപ്പിൾ ഹൂ കൺസിഡർ ദിസ് ആസ് എ ബൈബിൾ. അവരുടെ ഐഡൽസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ടാക്കിയതാണ്. ഒരു ട്രൂ ആർട്ടിസ്റ്റ് ഓൾവേസ് പുഷിങ് ദ എൻവലപ്പാണ്. നമ്മളുടെ ഐറ്റം അതിനെ ബ്രേക്ക് ചെയ്ത് അതിനെ നമ്മളുടെ എലമെന്റ്സ് അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണല്ലോ അതൊരു വേറൊരു സാധനമായിട്ട് മാറുന്നത്. ഞാൻ എന്ത് ജോൺറ പരിപാടിയും മാക്സിമം മനസ്സിലാക്കാനും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ശ്രമിക്കുന്നത്. ഇതാണ് ഏറ്റവും ഐഡിയൽ എന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പം ഹിപ്പ് ഹോപ്പിനെ അഡാപ്റ്റ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് കൾച്ചറിൻ്റെ
ഭീകര ഇൻഫ്ലുവൻസ് ആണ് അതിനകത്ത്. പക്ഷെ അവരുടെ പൊളിറ്റിക്സ് അല്ല നമുക്ക് ഇവിടെ പറയേണ്ടത്. നമുക്ക് പാലാരിവട്ടത്ത് എന്താണ്, എന്ത് ഗൺ വയലൻസ് ആണ് നിങ്ങൾ, എന്ത് ഗാങ്സ്റ്റർ റാപ്പാണ് പാലാരിവട്ടത്ത് നിങ്ങൾ പറയുന്നത്. എൻ്റെ ഒരു ട്രാക്ക് ഉണ്ട്, നോട്ട് എ ഗാങ്സ്റ്റർ, ടോക്സ് അബൌട്ട് എല്ലാവരും ആവില്ല ഗാങ്സ്റ്റർ, അതിനെന്ത് മാറ്റർ, ചിന്തിക്കണ സ്മാർട്ട്, നിന്റെ കലയിൽ നീ മാസ്റ്റർ, സ്വപ്നം കാണും ഫാസ്റ്റർ, ആവണം റോക്ക് സ്റ്റാർ, തുടങ്ങുന്ന കാലത്ത് എല്ലാവരും ആമച്ചർ, അറിയില്ല ബിഗ് പിക്ചർ, എല്ലാവരും ടോർച്ചർ, സ്റ്റൈലില്ല റൈമില്ല എഴുതുവാൻ അറിയില്ല, പിന്നെ എന്ത് കുന്തമ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാ, ഓൾഡ് സ്കൂൾ ഹിപ്പ് ഹോപ്പ് ബീറ്റ്സ് എനിക്കറിയില്ല, ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ബീഫ് എനിക്കറിയില്ല, ഹിസ്റ്ററി പഠിക്കാത്ത റാപ്പ് കേട്ട് ഞാൻ ബീറ്റിന് ഗ്രൂവ് ചെയ്ത് ഏറ്റുപാട് ഞാൻ, കഥയൊന്നും അറിയാതെ വരികൾ എഴുതി ഞാൻ, റാപ്പ് ഗെയിം പഠിക്കാത്ത കവിത പാട് ഞാൻ, ടേൺസ് ഔട്ട് അറിവല്ല റാപ്പ് തിരിച്ചറിവാണ്, സ്ലാപ്പ് ദാറ്റ് ബീറ്റ് ഓൺ എ ബൂം ബോക്സ്, ഹിപ്പ് ഹോപ്പ് ഹൃദയത്തിൻ താളം, മനസ്സിൻ വികാരം, മുന്നേറ്റത്തിൻ നാദം, ഇനി ജ്വലിക്കട്ടെ നിന്റെ തീനാളം, അണക്കില്ല ആരും ഒഴുകട്ടെ പ്രാസം. സോ ഇറ്റ്സ് ജസ്റ്റ് എ പ്ലേസ് ടു എക്സ്പ്രസ്, ഡോണ്ട് ഗിവ് നൊട്ടേഷൻ, ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെങ്കിലാണ് ഇത് ആവുന്നുള്ളൂ. ഇങ്ങനെയുള്ള ചില ആളുകൾ ചെയ്താലേ എല്ലാവർക്കും ഈ ഒരു ഗേറ്റ് കീപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ എന്റെ പണിവാളി എന്ന് പറഞ്ഞ പാട്ട് അത് ഡീൽ ചെയ്യുന്നത് ഒരു സില്ലി സബ്ജക്റ്റ് ആണെന്നുള്ളത് കൊണ്ട് അതിനെ അംഗീകരിക്കാത്ത കുറെ പേരുണ്ട്. ഇതൊന്നും പാട്ടല്ല, ഇതൊന്നും റാപ്പല്ല. അത് ഈ പറയുന്ന പ്യൂറിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഗേറ്റ് കീപ്പേഴ്സ് ആണ്. ഇറ്റ് ഹാസ് ടു ബി വോക്ക്, ഇറ്റ് ഹാസ് ടു ടോക്ക് അബൌട്ട്. ബട്ട് അതേസമയം ഞാൻ എഴുതിയ ഇന്റൻസ് ആയിട്ടുള്ള വരികൾ ആരും കേട്ടിട്ടില്ല. അപ്പൊ അതാണ് കുഴപ്പം. പ്രോബബ്ലി ഇറ്റ് ഈസ് ബിക്കോസ് എൻ്റെ നടൻ എന്നുള്ള ഇമേജിനോടൊപ്പമാണ് അവർ എൻ്റെ വരികളെ റിലേറ്റ് ചെയ്യുന്നത്. ഞാൻ ടൈം പാസ് പോലെയാണ്. അപ്പൊ മുന്നേ പറഞ്ഞ പോലെ എൻ്റെ കോമഡി കഥാപാത്രങ്ങളോടൊപ്പം ഇവൻ പണിവാളി ഓക്കെയാണ്, നീ വലിയ മറ്റേ സാധനം ഒന്നും പറയണ്ടെന്ന് പറയുന്നതാണ് പ്രെജുഡിസ് ആണ്, മുൻവിധിയാണ്. എന്റെ ഡ്രാക്കുള ഉണ്ട്, ഹ്യൂമർ പറയുന്ന ആള് മണ്ടനാണ്, നീ ഹ്യൂമർ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ജംഗിൾ സ്പീക്സ് ഉണ്ട്, ജംഗിൾ സ്പീക്സിലൊക്കെ ഒരുപാട് ഞാൻ മറ്റേ ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞ മയില് പാടുകയാണ്. അക്കാണും മലയുടെ കീഴെ കാടുകൾ നീളെ കുന്നുകൾ മേലെ, ഇപ്പോൾ അത് മൊട്ടക്കുന്നായി പോടുകൾ നിറയെ ക്വാറികളരികെ, അതിനുള്ളിൽ കരിമരുന്ന് പല ഉരുനിറഞ്ഞു വെടി ചിതറിമിന്നി മഴ കഥ പറഞ്ഞു കര കവിഞ്ഞൊഴുകി പല മരം പിഴുതു പുഴ നിറഞ്ഞൊഴുകി നിൻ വഴിമുടങ്ങി ഹാ പ്രളയം, എങ്ങും പ്രളയം, പാറ പൊടിഞ്ഞു കാട് കരിഞ്ഞു മണ്ണ് കുഴിഞ്ഞു വീട് വളർന്നു, ഇടിമഴ പെയ്തു കുത്തിയൊലിച്ചു റോഡ് കവിഞ്ഞു വീട് പൊലിഞ്ഞു, ഇന്നു കണ്ടു പ്രളയം, നിങ്ങൾ തേടിയ ഭയം, ഇനി വേനൽ വരും സമയം, ഇനി വെള്ളം തേടിയ അല്ലയും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോബഡി ടോക്സ് അബൌട്ട് ഇറ്റ്. അത് എന്റെ പ്രശ്നമാണ്. അപ്പൊ ആൾക്കാർ എന്റെ ഐഡന്റിറ്റിയുമായിട്ട് അവർ റിലേറ്റ് ചെയ്യുന്നത് ഇവൻ കുറച്ച് കോമഡി ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ ഐ ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് സ്റ്റഫ്. അപ്പൊ ആളുകളുടെ മുൻവിധി നമ്മളെ പ്രത്യേക ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തുന്നു. സോ ഇറ്റ്സ് എ ലോങ് കോൺവെർസേഷൻ ഇഫ് യു ടോക്ക് അബൌട്ട് ഇറ്റ്. എനിക്ക് പക്ഷേ അത് അപ്പോഴും നീരജ് ഞാൻ പറഞ്ഞത് ഇതുണ്ട്, ഈ പൊതുബോധത്തിൽ ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സെറ്റ് ചെയ്തെടുത്ത പൊതുബോധം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് സെറ്റ് ചെയ്ത ബോധം. പക്ഷെ അപ്പോഴും വെന്ത് തനിന്തത് കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീധരൻ മാത്രമല്ല, അവിടത്തേക്ക് റാപ്പിന് വേണ്ടി വിളിക്കുന്ന റഹ്മാനാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഭയങ്കര ഒരു അംബീഷ്യസ് ലിസ്റ്റിൽ പെട്ടെന്ന് ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെടാതിരുന്ന ഒരു കാര്യമായിരിക്കാം റഹ്മാന്റെ വിളി. അത് നേരത്തെ ചെയ്ത റാപ്പ് കണ്ടിട്ടാണ് വിളിക്കുന്നത്. അതൊരു അങ്ങനത്തെ അച്ചീവ്മെന്റ് കൂടി. അങ്ങനത്തെ ഒരുപാട് പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ മൊമെന്റ്സ് എനിക്ക് ടച്ച് വുഡ്. ഐ ഷുഡ് ഓൾസോ ടോക്ക് അബൌട്ട് ഗുഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ടു മീ. ആൻഡ് ഓൾസോ ഞാൻ ഒരു പരാതിക്കാരനായിട്ടോ പരിഭവം പറയുന്ന ആളായിട്ടോ എനിക്ക് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് പണ്ട് ഞാനൊരു തുറന്ന പറച്ചിൽ എഴുതിയിട്ടിട്ട് അതിന്റെ പിറകെ ഒരുപാട് ചാനൽ ചർച്ചകൾക്ക് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു വിക്ടിമൈസ്ഡ് ആയി, ഒരു വിക്ടിം പെർസ്പെക്റ്റീവിൽ നമ്മൾ വരാൻ പോവാണ്. അതെനിക്ക് വേണ്ട. ഒരു പിന്നെ എനിക്കൊരു വിജയിച്ച് നിൽക്കുന്ന ആളായിട്ട് സംസാരിച്ചാൽ മതി. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അതായത് നമ്മൾ പറയില്ലേ ഈ കിട്ടാത്ത മുന്തിരി പുളി, സക്സസ്ഫുൾ ആവാത്തവൻ അവന് രക്ഷപ്പെടാൻ പറ്റാത്തതിന്റെ നിരാശ പങ്കുവെക്കുന്ന ഒരാളായി മാറുന്ന ആളാകാൻ എനിക്ക് താല്പര്യമേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ പോലും എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഇഫ് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്, ഞാൻ റാൻഡം ഇന്റർവ്യൂസ് ഉണ്ടല്ലോ, ഫൺ ഇന്റർവ്യൂ, തമാശ, അത് ഞാൻ പോവാറില്ല. കാരണം ഞാൻ അങ്ങനെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഒരാളല്ല. ഏത് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആർട്ടിക്കുലേറ്റ് ഒരാളല്ല. എനിക്ക് എൻ്റെ മനസ്സുള്ളത് പറയാൻ പറ്റുമോ. അപ്പൊ ഇന്റർവ്യൂ ചെയ്ത് അറ്റൻഷൻ കിട്ടണ്ട എന്ന് വിചാരിച്ചിരുന്നു എന്തെങ്കിലും. പിന്നെ അതൊരു പരാതി എന്നുള്ളതിനേക്കാളും അതൊരു ഇഷ്യൂ പുറത്തേക്ക് പറയുകയാണല്ലോ. അല്ല, അതിനെ കൺസീവ് ചെയ്യപ്പെടുന്നത് തന്നെ ഇവൻ അവന്റെ ഒരു പരിഭവം പറച്ചിലായിട്ടാണ്. അത് ഒരു വലിയ അവിടെ എല്ലാം ഈ പറഞ്ഞ മുമ്പ് ചെയ്ത ഈ ഹ്യൂമർ ക്യാരക്ടറിന്റെ ഒക്കെ ഇത് പറയാൻ എന്നുള്ള മുൻവിധിയൊക്കെ അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ടച്ച് വുഡ് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് മൈ ജേർണി. ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. ഐ വ്യൂ മൈസെൽഫ് ആസ് എ സക്സസ്ഫുൾ പേഴ്സൺ. ആൻഡ് അപ്പം ഒരുപാട് അത്തരത്തിലുള്ള എ ആർ റഹ്മാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഐഡലാണ്. എൻ്റെ 3 വയസ്സിൽ
മറ്റേ കാതലൻ സിനിമ. അപ്പോൾ ഉർവശി എന്ന് പറയുന്ന പാട്ട് എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് എൻ്റെ പേരൻസ് ഈ തമിഴ് സിനിമകളൊക്കെ കാണിക്കും. അപ്പോൾ അന്ന് കാസറ്റ് മേടിച്ചിട്ട് ഈ ഉർവശിയിൽ പ്രഭുദേവ ഒരു ഷർട്ടിൻ്റെ പുറത്ത് ഷർട്ട് ഇട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ അവസാനം അത് ഊരിയിട്ട് അതിൻ്റെ പുറത്ത് ചവിട്ടി കളിക്കുന്നത്. ഞാൻ 2 ഷർട്ട് ഇട്ടിട്ടായിരുന്നു വീട്ടിൽ നടക്കുക. ഈ പാട്ടിട്ടിട്ട് ഈ പാട്ടിട്ടാലേ ഞാൻ ആ ഷർട്ട് ഊരുള്ളൂ. അത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആരാണ് എ ആർ റഹ്മാൻ പ്രഭുദേവ്. അപ്പോൾ ഇതിൽ എ ആർ റഹ്മാൻ തന്നെ എന്നെ പാടാൻ വിളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര പേഴ്സണൽ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ പഞ്ചതൻ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇതിന്റെ മുകളിലാണ് പേട്ട റാപ്പ് റെക്കോർഡ് ചെയ്തത്, മറ്റേ പാട്ട് റെക്കോർഡ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പാടാൻ വിളിക്കുന്നു. പാടിയത് പുള്ളി പടത്തിൽ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം അത് BGM ഇടാനാണ് വെച്ചത്. അത് പിന്നീട് ഒരു ട്രാക്കായിട്ട് ഇറക്കുന്നു. അങ്ങനെയുള്ള മനോജ് ബാജ്പേയി, രാജൻ DK, അത്തരത്തിലുള്ള ഒരുപാട് പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന മൊമെന്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള മുഖ്യധാരയിൽ ഇതിനൊരു ഡ്യൂ റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അത് വൈകിയാണെങ്കിലും എത്തും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഈ നേരത്തെ ഞാൻ ചോദിച്ചതിൽ ഇടയിൽ ചോദിച്ചെങ്കിലും ഇപ്പം മൂസ നീരജ് ചെയ്യും എന്ന് ഉറപ്പായും അതിൻ്റെ ലുക്ക് ടെസ്റ്റ് അടക്കമുള്ള ഉണ്ട്. എന്നാൽ പോലും അത് കൺവിൻസ് ചെയ്തെടുത്ത് ഏത് വിധത്തിലായിരുന്നു? ഞാനോ അവരോ? അല്ല, നീരജിന്റെ പാർട്ടിന്ന് എങ്ങനെയായിരുന്നു കൺവിൻസ് ചെയ്തെടുത്തത്? കാരണം വെച്ചാൽ ഒന്ന് ഹിന്ദി അറിയാത്ത ഹിന്ദി എന്നുള്ള അല്ലാത്ത ഒരാള്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോഴും ആ സീരീസിനെ കുറിച്ച് ചർച്ച ചെയ്താൽ എടുത്തു പറയുന്ന ഒരു റോളാണ്. ഇപ്പം സീസൺ 2 വന്ന സമയത്ത് സമാന്തയുടെ റോൾ അങ്ങനെ ഡിസ്കസ് ചെയ്തത്. എന്നാൽ പോലും മൂസ എവിടെയെന്നുള്ളത് ഇതിൻ്റെ ഏതെങ്കിലും എപ്പിസോഡിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു ഡ്രോപ്പ് വരും, ഹിൻ ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ ആളുകൾ കരുതിയിരുന്നിടത്താണല്ലോ. ഭയങ്കര അക്സെപ്റ്റഡ് ക്യാരക്ടറായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ. പക്ഷെ വേറെ കഥയായതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനത് എനിക്ക് വന്നു. എനിക്ക് മനസ്സിലാത്ത അവരെങ്ങനെ ഞാനിത് ചെയ്യുന്നു വിചാരിച്ചു. അതിലാണ് ഞാൻ ഇപ്പോൾ, കാരണം ഞാൻ മൂസയുടെ ചേഞ്ച് ഓവർ അതിന്റെ ഒരു ബ്രൂട്ടാലിറ്റി കാണിക്കുന്ന സൈഡ് ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ എങ്ങനെ അവര് എനിക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് അവര് കൺസീവ് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെയും മാറി ചിന്തിക്കലാണ്. നോക്കൂ, ഇയാൾ ഈ ചെയ്ത വഴി തന്നെയല്ല, ഇയാളെ ഒന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കാം. അവിടെ നിന്ന് അവരത് ചിന്തിച്ചു പറയുന്നത്. നമ്മുടെ ഒരു പരിചയമില്ലാത്ത ഹിന്ദിയിൽ നിന്ന് 2 പേര് വന്നിട്ട് നമ്മളെ അങ്ങനെ ചെയ്യാൻ, ആക്ച്വലി ദേ ആർ ഫ്രം ആന്ധ്ര. പക്ഷെ എന്നാ പോലും അവര് നമ്മളിൽ ഒരു പൊട്ടൻഷ്യൽ കണ്ടു, ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് പകരം. അപ്പൊ അതുപോലെ ഇവിടെ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും അതെന്താണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഐ ആം ഗെയിം ഫോർ എനിത്തിങ്. നിങ്ങൾ എൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ ഇപ്പൊ കുറച്ചുകൂടി സെൻസിബിൾ ആയി. ഞാൻ പണ്ടാണെങ്കിൽ എൻ്റെ അടുത്ത് ബാഹുബലി ആവാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാന്നുള്ള, ഇപ്പൊ ഈ ബാഹുബലിക്ക് വേണ്ടുന്ന ഒരു ആകാരവും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് പറ്റില്ല എന്ന് ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നു. ബട്ട് ഐ എം ഗെയിം ഫോർ എനിത്തിങ്. അപ്പം ഞാൻ അങ്ങനെയാണ്, വിളിച്ചാൽ നമ്മൾ പിടിച്ചു നോക്കാം എന്നുള്ള മൈൻഡിൽ നമ്മൾ പോകുന്നത്. അവര് ലാംഗ്വേജ് സിങ് സൗണ്ട് ആയിരുന്നു. അപ്പൊ ലാംഗ്വേജ് സ്കില്ല് മാത്രമാണ് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിരുന്നത്. അവർ എൻ്റെ ഏതൊക്കെയോ പടങ്ങളുടെ സ്നിപ്പറ്റ്സ് ഒക്കെ കണ്ടിട്ട് അവർക്ക് ഇത്, കാരണം ഇതിൽ 2 സാധനം വേണമല്ലോ, ഒരു അപ്പാവി പയ്യനായിട്ടും തോന്നണം, ഇപ്പുറത്ത് മറ്റേതും 2 ചേഞ്ച് ഓവർ വേണം. അപ്പൊ ആ ഫസ്റ്റ് പാർട്ടാണ് മോർ കൺവിൻസിങ് ആവുന്നത്. ഈ ഷുഡന്റ് ലുക്ക് ലൈക്ക് എ കൺവെൻഷണൽ വില്ലൻ. അപ്പൊ അത് സോൾഡ് ആയിരുന്നു. മറ്റേ ഭാഗം ഓഡിഷൻ ചെയ്തിട്ടില്ല. ആ തീവ്രതയുള്ള ഭാഗം അവർ ഓഡിഷൻ പോലും ചെയ്തിട്ടില്ല. അപ്പൊ അവര് പ്രോബബ്ലി ദേ സോ ഇറ്റ് ഇൻ മീ. എന്നെ സംബന്ധിച്ച് അത് വെഞ്ചർ ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിരുന്നു. അപ്പം എന്നെ അന്ന് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഒന്നും എന്നെ ബോദർ ചെയ്യുന്നില്ല. ഇന്ന് ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആലോചിക്കും. ഇന്നിപ്പോൾ ഒരു ഹോളിവുഡ് പടത്തിൽ ഒരു ചെറിയ വേഷം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് 6 മാസം പോകുന്ന ആലോചിച്ച് ഞാൻ ആലോചിക്കും. കാരണം ഇനി ലൈക്ക് സമയം പ്രധാനമാണ്. ഇനി കുറച്ച് കാൽക്കുലേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഐ എം നോട്ട് എ യങ് ബോയ് എനിമോർ, കൈൻഡ് ഓഫ് ട്രാൻസിഷനിങ് ടു എ മാൻ. സോ കുറച്ചുകൂടെ കാൽക്കുലേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അന്ന് അതൊന്നും ഇല്ല. അന്ന് നെയ്വാണ്, എന്തും പിടിക്കാം. ഈ ഇതിൽ തന്നെ പറയുന്നത് അതിന്റെ തൊട്ട് പിന്നാലെ ശരിക്കും എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും കോള് വന്നൊരു സിനാരിയോ ഉണ്ടായിരുന്നു അല്ലേ, പ്രീ കോവിഡിൽ. അത് ആ സമയത്തും ഈ പറഞ്ഞ മലയാളം ഏത് ഭാഷ ചെയ്യണം അങ്ങനത്തെ കൺഫ്യൂസ്ഡ് ഏരിയ ആയിരുന്നോ അതോ? ഇല്ല, അങ്ങനെ കൂടുതൽ പുറത്തുനിന്നാണ് വിളികൾ വന്നത്. തെലുങ്കിൽ നിന്ന് വന്നൊന്നും ഞാൻ ഇതുവരെ പിടിച്ചില്ല. കാരണം എനിക്ക് ആ ഭാഷ ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഹിന്ദിയിൽ നിന്ന് തന്നെ മുഖ്യധാര സിനിമകളിലേക്ക് ഷാറുഖ് ഖാന്റെ പടത്തിലൊക്കെ എനിക്ക് വിളി വന്നിരുന്നു. മറ്റേ
ജവാൻ ജവാന്. അല്ലെ അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിപ്ലവം. അതിനകത്തെ കഥാപാത്രം എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചൊരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എത്രത്തോളം ചെയ്യാനുണ്ടെന്ന് എല്ലാവരും നോക്കും. ഇത് പറയുന്നവർ കുറവാണെങ്കിലും സ്വാഭാവികമായിട്ടും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഷാറുഖ് ഖാന്റെ പടത്തില് മറ്റേ എന്താ പറയാ വെറുതെ നിൽക്കാനാണെങ്കിൽ പോലും പൊക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ ഇതൊരു അഹങ്കാരമായിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷെ അപ്പം അന്ന് അന്യഭാഷയിലുള്ള എൻ്റെ എക്സൈറ്റ്മെന്റ് കുറച്ച് പോയി, കാരണം നല്ല കഥാപാത്രങ്ങൾ കിട്ടി. തിരിച്ച് നമ്മുടെ പിന്നെ ഈ സമയം എന്ന് പറഞ്ഞ സാധനം നമുക്ക് നമ്മുടെ ഓൺ സ്പേസിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള സമയം കൂടി മിസ്സാവുമല്ലോ തുടർച്ചയായിട്ടല്ലേ, വലിയ സമയം മാറ്റി വെച്ചാൽ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ അവിടെ എപ്പോഴും നമ്മൾ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ഒരു സൗത്ത് ഇന്ത്യൻ എന്നുള്ളൊരു ഒരു ഗസ്റ്റിനെ പോലെ ടാഗിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഹിന്ദി സ്പീക്കിംഗ് ഒരു മെയിൻ കഥാപാത്രം ഒരു സൗത്ത് ഇന്ത്യൻ്റെ കഥയിലേ നമുക്ക് ലീഡാവാൻ പറ്റുള്ളൂ. അപ്പം ഇവൻച്വലി നമ്മൾ നമ്മുടെ തട്ടകത്തിലേക്ക് തിരിച്ചു വന്ന് അവിടെ നമ്മളുടെ ഏറ്റവും സ്ട്രോങ് ഏരിയയിൽ എനിക്ക് ഇതുവരെ എനിക്ക് എക്സൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതെല്ലാം എൻ്റെ വീക്കോ അല്ലെങ്കിൽ നോട്ട് സോ സ്ട്രോങ് ഏരിയയിലാണ് എക്സൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും നന്നായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തട്ടകത്തിലോട്ട് തിരിച്ചു വന്ന് ഇവിടെ പയറ്റി തെളിയാന്നുള്ള ഇതിലേക്ക് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലാൻഡ് ആവുക. ഇപ്പം ഈ ബലാത്ത ജാതി ചെയ്യുന്ന സമയത്ത് അതൊരു കൊളാബറേറ്റീവ് ഇതാണല്ലോ. അപ്പോൾ റാപ്പിൽ അത് ഭയങ്കര രസമായിട്ട് സംഭവിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ മൂന്ന് രീതിയിൽ അതായത് ചെയ്യുന്ന ആളുകളാണ്, എന്നാൽ ഈ മലബാറി കണക്റ്റഡുമാണ്. അത് അതിൻ്റെ ഒരു സ്പെസിഫിക് എനിക്കത് ഭയങ്കര വെച്ചാൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വൈസാണ് എല്ലാത്തിലും അതിൻ്റെ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനൊക്കെ മേളിലെത്തിക്കണം എന്നുള്ളൊരു പ്ലാൻ അതിൻ്റെ പുറത്ത് കാണും. കൃത്യമായിട്ടും ഞാൻ അത് ഇറങ്ങുന്നത് വരെ ഞാൻ വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് കൊളാബറേറ്റ് അല്ലെങ്കിൽ ഫീച്ചർ ചെയ്ത എൻ്റെ സോങ്ങുകളില്ല. ഇത് മറ്റേ അറിവൊക്കെ ആയിട്ട് പക്ഷെ അത് എന്റെ പാട്ടല്ല, നെറ്റ്ഫ്ലിക്സിന്റെ പാട്ട്. എന്റെ ഓൺ സോങ്ങിൽ ഞാൻ ആകെ സിദ്ധാർത്ഥ് മേനോനായിട്ട് ഒരു പാട്ട് മാത്രം പണ്ടെങ്ങാണ്ട് ഒരു മെലഡി ചെയ്തത്. അപ്പൊ എനിക്ക് ഈ വല്ലാത്ത ജാതിയുടെ എന്റെ ഹുക്ക് ലൈൻ ഞാൻ 2020 എഴുതി വെച്ചതാണ്. അന്ന് സ്ലാങ് ഓറിയന്റഡ് ആയിട്ട് പാടിയാൽ നമ്മൾ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ ജംഗിൾ സ്പീക്കിന്റെ ഒപ്പം എഴുതി വെച്ചിട്ടുള്ളതാണ് എന്റെ വരികൾ. വല്ലാത്ത ജാതി, ഇല്ലാത്ത ജാതി, ആരും കൊല്ലാത്ത ജാതി, മല്ലിക്കെട്ട് അല്ലാക്കി ലേബൽ എന്നൊക്കെ പറയുന്ന മലപ്പുറം കോഴിക്കോട് മോസ്റ്റ്ലി മലപ്പുറം ആ ബോർഡറിൽ പറയുന്നൊരു ഭാഷയാണ്. കേരളമത്തിലൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പം സിനിമയുടെ അപ്രോച്ചിൽ പണ്ട് നമ്മൾ ഈ സ്ലാങ്ങുകൾ ഞാൻ പറഞ്ഞത് പണ്ട് പറഞ്ഞാൽ 2014-15 സ്ലാങ് പറയുമ്പം കുറച്ചേ പിടിക്കുള്ളൂ, ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഒരു വേണമെങ്കിൽ എല്ലാ തിയേറ്ററിലും എനിക്ക് അനക്കൊക്കെ പിടിച്ചിട്ട് മറ്റേ എവിടെയാ പോകുന്നത് അങ്ങനത്തെ അത്ര ഹാർഡ് കോർ ആവില്ല, അല്ലെങ്കിൽ ബാങ്കി അങ്ങനത്തെ ഒന്നും പിടിക്കില്ല. മനസ്സിലായില്ലേ? കണ്ണൂരാണെങ്കിൽ കോഴിക്കോട് വളവും തിരിവിലും സ്ലാങ് പിടിക്കുള്ളൂ. അപ്പൊ ഈ സിനിമ സ്കൂളിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഈ ഇത്ര ഹാർഡ് കോർ ആയിട്ടുള്ള സ്ലാങ് ചിലപ്പം ജനകീയമായേക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ കൂട്ടി വെച്ചിരുന്ന സാധനമാണ്. പിന്നീട് പക്ഷെ ഈ നോർത്ത് മലബാറിന്റെ ഈ സ്ലാങ് ഈ പറയുന്ന ഇവരൊക്കെ കൂടെ വന്ന് പോപ്പുലർ ആക്കിയല്ലോ, അതെനിക്ക് എനിക്ക് ട്രാക്ക് ചെയ്യാൻ കോൺഫിഡൻസ് തന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഒത്തന്റിക്കലി ഇവോൾവ് ആയിട്ടുള്ള ഒരു സബ് കൾച്ചർ ഓഫ് ഹിപ്പ് ഹോപ്പ് ആണ് മലബാർ റാപ്പ്. ഇപ്പൊ പഞ്ചാബി മ്യൂസിക് എന്ന് പറയുന്ന പോലെ അതിന് കുറെ പേര് മാപ്പിളപ്പാട്ടൊക്കെയാന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടെങ്കിലും അതല്ല. കാരണം മലയാളത്തിൽ വേറെ ഒരു സ്ലാങ്ങിലും ഇത്ര നൈസർഗികമായിട്ട് റാപ്പ് ചെയ്യാൻ ഓർഗാനിക് റാപ്പിംഗ് ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയാം, ഞാൻ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് എനിക്ക് അത് പറ്റുന്നുണ്ട്. പക്ഷെ വേറൊരു ഭാഷയിലും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അതിനെ പലരും കുറച്ച് കാണാൻ നോക്കുന്നത് എനിക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര ഓർഗാനിക്കലി അന്ന കൈമ കിട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, അല്ലെങ്കിൽ മലബാറി വാങ്ങറാവട്ടെ, കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അത് ആ സ്ലാങ് അതിന് കൊടുക്കുന്ന ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. സോ ഇറ്റ്സ് എ ജെന്യുയിൻലി ഇവോൾവ് സബ് കൾച്ചർ ഓഫ് ഹിപ്പ് ഹോപ്പ് ഇൻ മലയാളം. നോബഡി ക്യാൻ ഡിനൈ ഇറ്റ്. അപ്പൊ അത് ഒരിക്കലും അതിന്റെ വക്താവ് ഞാനൊന്നും പറയുന്നില്ല. വൺ ഓഫ് ദി പോപ്പുലർ സോങ്സ് നമ്മൾ പണിവാളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ലാങ്ങിലൊന്നും ആയിരുന്നു. അപ്പം ഇത് കോൺഫിഡൻസ് തന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ഈ സ്ലാങ്ങിൽ റാപ്പ് ചെയ്യുന്ന ബേബിനെയും ഡാബ്സിനെയും ഞാൻ അങ്ങോട്ട് പേഴ്സണലി മെസ്സേജ് അയച്ച് അവരുമായിട്ട് അതിലൊരു രസം ഉണ്ടായിരുന്നു. അവരെ കൂടെ ഇരുന്ന് ഇവർ ഓടി നടക്കാം, ഇവരെയൊക്കെ പിടിച്ചിരുത്തി ജാം ചെയ്ത് നമ്മളൊരു ലിറിക്സ് ഒക്കെ എഴുതി. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മ്യൂസിക് വീഡിയോ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ പോലെ ചെയ്യണം. ക്വാളിറ്റി എന്നുള്ളത്. അത്തരത്തിലുള്ള വലിയ പ്രൊഡക്ഷൻസ് ഇവിടെ ഉണ്ടാവണം. എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് കുറച്ച് നല്ല കോസ്റ്റായ ഒരു പ്രൊഡക്ഷനാണ്, സിനിമ പോലെ ഷൂട്ട് ചെയ്തത് നമ്മളെല്ലാം. പിന്നെ ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് അവരെ നമ്മൾ ഒരിക്കലും മുതലെടുക്കുന്നു അവർക്ക് തോന്നരുത് എന്നുള്ള രീതിയിൽ അവരെയും നമ്മൾ നല്ല വൃത്തിയിൽ അതിനകത്ത് പോർട്രേ ചെയ്ത് ഇൻഡിപെൻഡൻസിയും വളരണമെന്ന് ഏറ്റവും ആഗ്രഹിച്ച ആളാണ് ഞാൻ. കാരണം സിനിമാ പാട്ടുകൾ മാത്രം കേൾക്കുന്ന ഒരു കൾച്ചറാണ് ഇവിടെ. സിനിമാ പാട്ടോ പ്ലേ ബാക്ക് സിംഗറോ അല്ലാത്തവരൊക്കെ ഒന്നും വിലയില്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അന്ന് ഇന്റർനാഷണലി നോക്കിയാൽ നമുക്ക് മൈക്കിൾ ജാക്സൺ മുതൽ ടൈലർ സ്വിഫ്റ്റ്, കാനിയ വെസ്റ്റ് വരെയുള്ള ബിഗർ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. ഔട്ട് ഓഫ് കേരളയിലും അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്. പഞ്ചാബി മ്യൂസിക്, ദളർ മെഹന്തിയും, പിന്നെ ഈവൻ തമിഴിൽ മറ്റേ യോഗി ബി, മലേഷ്യൻ റാപ്പ് കൾച്ചറും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെയാണ് റാപ്പ് വിടും. ഇൻഡിപെൻഡന്റ് മൊത്തത്തിൽ നോക്കിയാൽ തന്നെ ഇവിടെ പ്രൈമറിലി മെലഡി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയിലെ സിറ്റുവേഷണൽ സോങ്സ് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് എടുത്തു പറയേണ്ട കുറച്ച് ബാൻഡുകളുണ്ട്. തകരയും പിന്നെ തൈക്കുടവും തകരയും അവിയലും ഒക്കെ ഓൾട്ടർനേറ്റ് റോക്ക് ജോണറാണ്. പക്ഷെ ഈ ഒരു R&B ഹിപ്ഹോപ്പ് സോണിലൊന്നും തീരെയില്ല. അപ്പൊ ഇത് മുന്നിൽ വരണം. ഇതിലെ ആളുകൾ സിനിമാ പാട്ടുകളല്ലാത്ത ഒറിജിനൽ സോങ്ങുകൾ കേൾക്കണം. ലൈവ് എന്റർടൈൻമെന്റ് സീൻ ഓൺ ആവണം, ലൈവ് ഗിഗ്സ് ഓൺ ആവണം. ഇതൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ സിനിമയല്ല, ഒരു റാപ്പറിന്റെ അൾട്ടിമേറ്റ് അംബിഷൻ സിനിമയിൽ പാടുക എന്നുള്ളതാവരുത്. അവന്റെ എന്താ പറയാ, അവന്റെ ഷോന് ആ ജനം ഉണ്ടാവണം. അവന്റെ ഷോ ഒരു സ്റ്റേഡിയം നിറയ്ക്കണം എന്നുള്ളതായിരിക്കണം. ഹി ഷുഡ് ബി ഏബിൾ ടു ബിക്കം എ സൂപ്പർ സ്റ്റാർ. അല്ലൊരു സിനിമയിൽ പാടാൻ അവസരം കിട്ടുന്നതായിരിക്കും അയാളുടെ. അത് മാറി, അതിപ്പം ഒരുപാട് മാറി തുടങ്ങി. അപ്പൊ അങ്ങനെ ഇതിൽ ഷൈൻ ചെയ്ത് തുടങ്ങുന്ന ആളുകളെ കൂടെ കൂട്ടി ഒരു പാട്ട് ചെയ്യുക, അതില് കയ്യിൽ നിന്ന് കാശിട്ടിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് അത് ഇറങ്ങിയതിന് ശേഷം ഡെഫ് ജാം പോലെ ഒരു ലേബിൾ വന്ന് അതിന്റെ 3 ഇരട്ടി കാശ് കൊടുത്ത് അത് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ജഡ്ജ്മെന്റ് തെറ്റി മാറി എന്ന് പറയുന്നു. അപ്പൊ നമ്മൾക്കത്, അപ്പൊ അത് മ്യൂസിക്കിൽ എനിക്ക് അതൊക്കെ സംഭവിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഇന്നോവേറ്റീവ് സ്പേസ് ഉണ്ട്. പിന്നെ ഇപ്പൊ അവിടെ അവിടെ വേറെ തരത്തിൽ ബാങ്കബിൾ ആവുന്ന ഒരു സാധനമാണല്ലോ. നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ മറ്റവരെല്ലാം റെഡിയാണെന്നുള്ളത്. ഇതിൻ്റെ ഒപ്പം ലൈവ് ഷോസും ഉണ്ടല്ലോ. ലൈവ് ഷോസിലേക്കും കൂടെ ഒരു ട്രാവൽ ഉണ്ടല്ലോ. വെച്ചാൽ അവർ സ്വന്തം ഫാൻസിനെ, ഓഡിയൻസിനെ ലൈവായി കാണുന്ന ഒരു ഏരിയ കൂടിയാണല്ലോ. അവിടെയും ഈ പറയുന്ന ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പം ഒരു ലൈവ് ഷോസിൽ എനിക്ക് പേഴ്സണലി ഉള്ളൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഒരുപാട് അതായത് ഇപ്പോൾ ഒരു ഫുൾ ടൈം മ്യൂസിഷ്യൻ ആണെങ്കിൽ ഹി ഈസ് ഫുള്ളി ഇൻവെസ്റ്റഡ് ഇൻ ടു ദിസ് അല്ലേ. സോ ഹി ഈസ് ഗോയിങ് ടു ഡു വരുന്ന എല്ലാ ഷോകളും ചെയ്യാം. പ്രത്യേകിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ആർട്ടിസ്റ്റ് കാശോ സമയമോ നോക്കാതെ അതിനകത്ത് ഫുള്ളി ഇൻവെസ്റ്റ്. ഞാനൊരു ഫുൾ ടൈം ആക്ടറും കൂടി ആയതുകൊണ്ട് എനിക്ക് ചോയ്സസ് എടുക്കണം. എനിക്ക് എപ്പോഴും പോയി ഷോ ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് എൻ്റെ ഒരു സിനിമയുടെ റവന്യൂമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇൻഡിപെൻഡൻസ് സീനിൽ ഇപ്പം കിട്ടുന്ന പൈസ. അപ്പം ഇതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്തിയിട്ട് വിരലെണ്ണാവുന്ന ഷോകളെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ രീതിയിലേക്ക് നമ്മളുടെ ലൈവ് എൻ്റർടൈൻമെൻറ്റ് സീൻ വളർന്നു വരുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പഞ്ചാബി ആർട്ടിസ്റ്റൊക്കെ AP ദിലോനൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലബ്ബ് ഫില്ല് ചെയ്യാണ്. പക്ഷെ മലയാളികളിൽ നമ്മൾ പണ്ട് പോയിരിക്കുന്ന ഈ ടൂർ പോകുന്ന സിനിമ ആർട്ടിസ്റ്റുകളും കോമഡിയൊക്കെ പോകുന്ന അത്തരത്തിലുള്ള സ്റ്റേജ് ഷോകളുണ്ട്. അതല്ലാത്ത സെക്കൻഡ് ജനറേഷൻ നമ്മുടെ ഇരുന്ന് കാണുന്ന ആൾക്കാരല്ല, നിന്ന് വൈബ് ചെയ്യുന്ന. അപ്പോൾ ഒരു ലണ്ടനിൽ ഓട്ടുവരികിനെ ഫില്ല് ചെയ്യാൻ പറ്റിയ ഒരു ഷോ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഓർഗനൈസേഴ്സ് ഇല്ല. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദുബായിൽ ഒരൊറ്റ ആർട്ടിസ്റ്റിനെ വെച്ച് 5000 പേരെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പറഞ്ഞാൽ അപ്പുറത്ത് 50,000 പേരെ വെച്ചിട്ടാണ് അനിരുദ്ധോ അല്ലെങ്കിൽ അനിരുദ്ധ് സിനിമയാണെന്ന് വിചാരിക്കും. നമ്മൾ AP ദില്ലനോ അല്ലെങ്കിൽ വേറെ ഒരു സൗത്ത് ഇന്ത്യന്ന് അത്ര വലിയ ആർട്ടിസ്റ്റുകൾ കുറവാണ്. നോർത്തിലാണ് അങ്ങനെ ആർട്ടിസ്റ്റുകൾ അധികം ഉള്ളത്. അപ്പോൾ ആ സ്പേസിൽ വലിയ ഷോകൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ വലിയ ഷോകൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഴ്സ് ഇല്ല. അപ്പോൾ അവിടെ എനിക്ക് പേഴ്സണലി അപ്കമിങ് ആർട്ടിസ്റ്റുകളിൽ നിന്നല്ലാതെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇറ്റ്സ് നോട്ട് വർത്ത് ഇൻവെസ്റ്റിംഗ് മൈ എഫേർട്ട് ഇൻ ടു ടു മെനി ഷോസ്. ഇത് ഇപ്പുറത്തും നമ്മളൊരു ഫുൾ ടൈം ആക്ടറായിട്ട് കാരണം എൻ്റെ ഷോയിൽ ഞാൻ അതിനകത്ത് ഒരു 30 പേരുടെ ക്രൂ ആണ്. 15 ഡാൻസേഴ്സ്, ലൈറ്റ് എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയർ. 2 ഫുൾ ലെങ്ത് ഷോയെ ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണം ബാട്ടൺ ഹിൽ കോളേജ് ട്രിവാൻഡ്രത്ത്, ഇപ്പം അൽ-അസർ കോളേജിൽ ചെയ്തു. പിന്നെ പുറത്ത് കുറച്ച് ക്ലബ് ഷോസ് ലണ്ടനിലും ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരീക്ഷണമായിട്ട് ചെയ്തു. അപ്പം
എൻ്റെ ചെലവ് എൻ്റെ ആ ഷോൻ്റെ ചെലവ് തന്നെ കുറച്ചുണ്ട്. അപ്പം അത് വെച്ചൊരു ടൂറൊക്കെ പോകണമെങ്കിൽ കുറേ കൂടെ വലിയ ക്യാൻവാസിൽ ഇത് ഓർഗനൈസ് ചെയ്യുന്ന ഇവന്റ് ആളുകളും ഇറ്റ് വിൽ ഓൾസോ ഇവൻച്വലി ഹാപ്പൻ. ഐ എം ജസ്റ്റ് ബീങ് എ ലിറ്റിൽ ടു ആംബിഷ്യസ്. അപ്പം ഈ വർഷം മുതൽ എൻ്റെ വൈഫ് എപ്പോഴും പറയും ഇത്രയും ചിന്തിക്കാതെ കുറച്ച് അപ്പൊ ഞാൻ കുറച്ചധികം ചൂസ് ചെയ്യാണ് സിനിമയിലായ ഞാൻ കുറച്ചും കൂടെ ഞാനിപ്പോ സെൻസിബിൾ ആയെന്ന് പറഞ്ഞല്ലോ, കുറച്ചും കൂടെ മണ്ണ് ഈ വർഷം മുതൽ ഞാൻ കുറച്ചുകൂടെ മണ്ണിലോട്ട് ഇറങ്ങി എൻ്റെ ഇതിന്റെ മിഡിൽ ഗ്രൗണ്ട് മീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് വരാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ നമ്മളവിടെ സ്വപ്നം കണ്ട് അവിടെ ഇരുന്നപ്പോ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പം ഇവൻച്വലി എൻ്റെ ഡ്രീം ഒരു സ്റ്റേഡിയം ഫില്ല് ചെയ്തൊരു ഷോ എൻ്റെ പേരിൽ മാത്രം എനിക്ക് സെല് ചെയ്യാൻ പറ്റും. കോൾപ്ലേ ഒക്കെ ചെയ്ത് കണ്ടപ്പം കോൾപ്ലേയുടെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കോളേജ് ഷോ ഉണ്ടായിരുന്നു. കോളേജ് ഷോയിൽ കയറാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കോൾപ്ലേയുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് 1.5 ലക്ഷം പേര്. ഞാൻ പറഞ്ഞത് 3000 പേരെങ്കിലും എൻ്റെ ഷോ. ബട്ട് അത് സാധിക്കും. അത് ഇവൻച്വലി സ്റ്റേഡിയം ഫിൽ ചെയ്യുന്ന കാര്യം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇത് ഇത്തരം ആഗ്രഹങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടാണല്ലോ കോഡ് പ്ലേ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞ സിനിമയുടെ കരിയറിലും എൻജെ എന്നുള്ള റാപ്പിൻ്റെ കരിയറിലും ഗംഭീരമായി ആഗ്രഹങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമായിട്ട്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് പ്ലാറ്റ്ഫോം. എനിക്ക് മനീഷേട്ടൻ്റെ ഈ ഒരു വേദിയിൽ മാത്രം പറയാൻ പറ്റിയ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റി, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നതിന്. ബിക്കോസ് ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് ഇൻട്രാക്ഷൻ. നമ്മൾ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു ഒരു സ്പേസ് തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.